രമേശ് ചെന്നിത്തല പെരുന്ന NSS ആസ്ഥാനത്ത് എത്തി. 11 വർഷമായി രമേശ് ചെന്നിത്തലയും NSSുമായി നിലനിന്നിരുന്ന അകൽച്ചയ്ക്കാണ് ഇതോടെ വിരാമമാകുന്നത്. മനം ജയന്തി ആഘോഷം അല്പസമയത്തിനകം ആരംഭിക്കും. രമേശ് ചെന്നിത്തലയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ഇതൊരു മഞ്ഞുരുക്കത്തിന്റെ വേദിയാണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? കാര്യങ്ങളെല്ലാം വേദിയിൽ തുറന്നു പറയുമെന്നാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ആകാംക്ഷയുണ്ട് അദ്ദേഹം എന്താണ് പ്രസംഗിക്കുന്നത് എന്നറിയാൻ. തീർച്ചയായും ലക്ഷ്മി പത്മ, ഒരു മഞ്ഞുരുകളുടെ വേദി തന്നെയാണ് ഇന്നത്തെ മന്നം ജയന്തി 148ാമത് മന്നം ജയന്തിയുമായി സംബന്ധിച്ചുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷക്കാലമായി NSSുമായി അകന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു രമേശിനെ സംബന്ധിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മഞ്ഞുരുകളുടെ ഇതുകൂടിയായി നമുക്ക് പ്രത്യേകിക്കാം. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല വീണ്ടും ശക്തിയായി മാറുന്നതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഈ മന്നം ജയന്തി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പ്രത്യേകിച്ച് ആദ്യമായി ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം 11 വർഷങ്ങൾക്ക് ശേഷം പൊതുപരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. പൊതുപരിപാടിയിൽ ആദ്യം മുഖ്യ പ്രഭാഷണമായിരുന്നെങ്കിൽ പിന്നീട് അത് ഉദ്ഘാടനമാക്കി മാറ്റുന്നു. അതിനുശേഷമാണ് SNDPയും അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ സംസ്ഥയും അവരുടെ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യ അതിഥിയായി സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആ ചർച്ചകൾ സജീവമാകുന്ന ഒരു സാഹചര്യത്തിൽ താൻ തന്നെയാണ് ശക്തി എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് 11 വർഷം മുമ്പ് ഒരു താക്കോൽ ദാന സ്ഥാനം നൽകണമെന്നുള്ള NSS ജനറൽ സെക്രട്ടറിയുടെ പരാമർശവും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് തള്ളിപ്പറയേണ്ടി വന്നൊരു സാഹചര്യത്തിലുമായിരുന്നു ഈ NSSുമായിട്ടൊരു അകർച്ച ഉണ്ടായത്. അതിനുശേഷം 11 വർഷത്തിന് ശേഷം വീണ്ടും ഈ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ ഏതൊക്കെ തരത്തിലേക്കായിരിക്കും പിന്നീടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നതടക്കം വലിയ രീതിയിൽ ചർച്ചയാവേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പ്രസംഗമൊക്കെ വലിയ രീതിയിൽ ഇനിയുള്ള തുടർന്നുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഉള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പ്രസംഗത്തിൽ ഒരു പക്ഷേ NSSനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലപാടുകൾ ഈ സുകുമാരക്കുറുപ്പ് വ്യക്തമാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കാര്യവും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ സാമുദായിക നേതാക്കന്മാരായി താൻ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണെന്നും അത്തരത്തിൽ എല്ലാവരെയും കൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് NSSും അതുപോലെ തന്നെ SDP ആയിട്ടുമുള്ള VD സതീശിൻ്റെ ഒരു അകൽച്ച. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ സാമുദായിക നേതാക്കളൊക്കെ തമ്മിൽ ഒരു ചെറിയ അകൽച്ച ഇപ്പോഴും നിലനിൽക്കുമ്പോഴും മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയും ആയിട്ടുള്ള രമേശ് ചെന്നിത്തല വലിയ രീതിയിലൊരു അടുപ്പം വെച്ച് പുലർത്തുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 അധികാരത്തെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ വലിയ ചർച്ചകളിലേക്ക് നയിക്കാൻ പോകുന്നത്ര രീതിയിലുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്തായാലും 11 വർഷത്തെ ഈ ഒരു അകൽച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല ഇന്നിവിടെ മന്നം ജയന്തിയിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം വരുന്നു, അദ്ദേഹം പുഷ്പാർച്ചന നടത്തി മടങ്ങുകയാണ് ചെയ്തിരുന്നത്. പൊതുസമ്മേളനങ്ങൾക്ക് അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടകനായിട്ടാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളത് തന്നെ NSSും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള ഒരു ചേർച്ചയ്ക്കും അതുപോലെ തന്നെ അവർ മുമ്പോട്ട് വെക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണെന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളിലേക്കൊക്കെയാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഈ നിലവിലിപ്പോൾ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരക്കുറുപ്പ് നിലവിലിപ്പോൾ അദ്ദേഹമാണ് മന്നം ജയന്തി മണ്ഡപത്തിലേക്ക് പുഷ്പാർച്ചന നടത്താനായി പോകുന്നത്. രമേശ് ചെന്നിത്തല ഇന്നിവിടെ രാവിലെ തന്നെ എത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഏവരും ഇനിയും ഉറ്റുനോക്കുന്നത് ഈ പൊതുസമ്മേളനത്തിൽ ഇരുവരുടെയും പ്രസംഗമാണ്. ലക്ഷ്മി പത്മ. മനീഷ് ഐഷ മാത്യു ആണ് അവിടെ നിന്നും തുടരുന്നത്. മനീഷ്, നമുക്കറിയാം ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് താക്കോൽ സ്ഥാനം വേണം എന്ന് NSS ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ വെറുമൊരു നായർ നേതാവായി മുദ്രകുത്തി എന്ന പരാതി ചെന്നിത്തലയ്ക്ക് ഉണ്ടാകുന്നതും ഒക്കെ അറിയാം. അതിനുശേഷമായിരുന്നു ഈ ഒരു അകൽച്ച NSSനും ചെന്നിത്തലയ്ക്കും ഇടയിൽ ഉണ്ടായത്. അന്ന് സംഭവിച്ച കാര്യങ്ങൾ, അന്നത്തെ പ്രസ്താവനകൾ, അതിലൊക്കെ ഒരു പുനർവിചിന്തനം അതായിരിക്കുമോ ചെന്നിത്തല വേദിയിൽ നടത്തുക? പ്രത്യേകിച്ചും SNDPയുടെ പിന്തുണ, സമസ്തയുടെ പിന്തുണ, ഇങ്ങനെ സമുദായങ്ങളുടെ പിന്തുണയൊക്കെ ആർജിച്ചു വരികയാണ് രമേശ് ചെന്നിത്തല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സമുദായത്തിൻ്റെ പിന്തുണ, NSSൻ്റെ പിന്തുണ ആർജിക്കുവാൻ വേണ്ടി എന്തൊക്കെ പരാമർശങ്ങൾ അവിടെ നടത്തുവാൻ സാധ്യതയുണ്ട്? അതിൽ മുമ്പ് സംഭവിച്ച കാര്യങ്ങളിൽ ഒരു തിരുത്തൽ പ്രസ്താവനയൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത്?
ലക്ഷ്മി പത്മ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് വി ഡി സതീശൻ സാമുദായിക നേതാക്കളുമായി ഒരു അകൽച്ച തുടരുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല സാമുദായിക നേതാക്കളുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല നീങ്ങുന്നു എന്ന് വേണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ NSS ആണ് ഈ സാമുദായിക നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ മന്നം ജയന്തി പൊതുപരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യം അദ്ദേഹത്തെ ക്ഷണിച്ചത് മുഖ്യ പ്രഭാഷണത്തിനായിരുന്നെങ്കിൽ പിന്നീട് അത് ഉദ്ഘാടനവുമായി മാറ്റുകയായിരുന്നു. അതുപോലെ തന്നെ അതിന് പിന്നോടിയായിട്ടാണ് SNDP യോഗത്തിലേക്കും ക്ഷണമുണ്ടാകുന്നത്. ആ ക്ഷണമുണ്ടാകുന്നതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യൻ രമേശ് ചെന്നിത്തല എന്നുള്ളതായിരുന്നു. ഈ രണ്ട് പരാമർശങ്ങളിലും നമ്മൾ പലപ്പോഴായി രമേശ് ചെന്നിത്തലയോട് പ്രതികരണം തേടുമ്പോൾ ഇവരെ ഒന്നും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണെന്നൊരു പരാമർശം നടത്താൻ പോലും രമേശ് ചെന്നിത്തല തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് സാമുദായിക നേതാക്കൾക്ക് പ്രത്യേകിച്ച് NSSനും SDPക്കും എല്ലാം തന്നെ വലിയൊരു പങ്ക് കേരള സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. അവരെ തള്ളാൻ താൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പണ്ട് ഈ താക്കോൽദാനം സ്ഥാനം നൽകണം എന്നുള്ള പരാമർശം ഉണ്ടായപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പരസ്യമായി സുകുമാരൻ നായരെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്നെ ഒരു നായർ നേതാവായി മാത്രം പ്രതിഷ്ഠിക്കുന്നു എന്ന തരത്തിലേക്ക് പോലും അദ്ദേഹത്തിന് തുടർന്ന് അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഇന്നത്തേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സാമുദായിക നേതാക്കളെ തള്ളിപ്പറയേണ്ടതില്ല എന്നുള്ള കാര്യം അദ്ദേഹം പലപ്പോഴായി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും അവർക്ക് നിർണായക പങ്ക് കേരള രാഷ്ട്രീയത്തിലുണ്ടെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ സാമുദായിക നേതാക്കളുമായി വെച്ച് പുലർത്തുന്ന ബന്ധങ്ങളുടെയും അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലായിരിക്കും 2026 തെരഞ്ഞെടുപ്പിന് നേരിടുക എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൂടുതൽ സംസാരം ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ചില ചർച്ചകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിനൊക്കെ ശേഷം തന്നെ AI ഗ്രൂപ്പുകൾ ക്ഷയിച്ചതും ഈ AI ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടതുമൊക്കെ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും രമേശ് ചെന്നിത്തല ശക്തി പ്രാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ. രമേശ് ചെന്നിത്തല പെരുന്ന NSS ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. 11 വർഷമായി രമേശ് ചെന്നിത്തലയും NSSുമായി നിലനിന്നിരുന്ന അകൽച്ചയ്ക്കാണ് ഇതോടെ വിരാമമാകുന്നത്. മന്നം ജയന്തി ആഘോഷം അല്പസമയത്തിനകം ആരംഭിക്കും. അതിൽ രമേശ് ചെന്നിത്തലയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടകനായി അവിടേക്ക് ചെന്നിത്തല എത്തുകയാണ്. ഈ പശ്ചാത്തലം കൂടി പരിശോധിക്കണം നമ്മൾ. സമുദായ സംഘടനകളുമായി ചെന്നിത്തല മുമ്പില്ലാത്ത വണ്ണം കൂടുതൽ അടുക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചെന്നിത്തലയ്ക്ക് അനുകൂലമായ പ്രസ്താവനകൾ വരുന്നു. വി ഡി സതീശനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വരുന്നു. ഒപ്പം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ആർജിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. അവരും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുന്നു. അതിനിടെയാണിപ്പോൾ 11 വർഷത്തെ മഞ്ഞുരുക്കത്തിന് വേദിയായി മന്നം ജയന്തി ആഘോഷം മാറുന്നത്. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇന്നത്തെ പെരുന്നയിലെ ചടങ്ങിന്. മനീഷ് ഐഷ മാത്യു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.